ആത്മരാഗമേഘ കന്യാവലി. റബ്ബർ വെട്ടണ ഒരു ഗന്ധർവനെ ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഈ തലയിൽ പന്തവും കൊടുത്തിരിക്കണെങ്കിൽ ആരെന്നാ? ഞാനിവിടുത്തെ മരം വെട്ടുകാരൻ. എങ്കിൽ ഞാൻ ഇവിടുത്തെ ജലദേവൻ. സത്യം എന്റെ പൊന്നെണ്ണ, ഞാൻ ഒരു കാര്യം പറയട്ടാ. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നേട്. അയ്യോ, അപ്പൊ നീയാണല്ലടാ എന്നും എന്റെ റബ്ബറും തോട്ടത്തിൽ അത്യാവശ്യത്തിന് പറഞ്ഞത്. പിന്നെ കാരണം ഞാൻ പഞ്ചായത്തിൽ നിന്ന് അവാർഡ് വരെ മേടിച്ച് നിനക്കറിയാമോ? അതെന്തിനാ? എന്തിനാ റബ്ബർ വെട്ടിക്കൊണ്ട് തിരുവാര കളിച്ചേരി? അതല്ല, ഞാൻ എന്റെ മണിയെ തിരക്കി വന്നേണ്. നിന്റെ മണി എന്താടാ എന്റെ ചിരട്ടയിലായിരിക്കും. എന്റെ പൊന്നെണ്ണ അതല്ല, നിങ്ങളുടെ മുതലാളിയില്ലേ, നിങ്ങളുടെ മുതലാളിയുടെ മോളും ഞാനും തമ്മിൽ പ്രണയത്തിലാണ്. ഞാനല്ലേ വെക്കാനുള്ളത്. അയ്യോ, നിങ്ങൾ വായിട്ട് അത് കൂടിപ്പോയി മുതലാളി വരൂ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു വായിട്ട് തന്നെ. നീ എന്തേലും പറഞ്ഞാലും ശരി, ഞാൻ എന്റെ മുതലാളിയുടെ അടുത്ത് ഇപ്പൊ വിളിച്ചു പറഞ്ഞു കൊടുക്കും. മുതലാളി അയ്യാ പറയല്ലേ അണ്ണ, 5000 രൂപ. മുതലാളി 10,000. മുതലാളി 25,000. എന്റെ മോലാളി 5 പൈസ തരാത്ത അവനെ മോലാളി എന്ന് വിളിക്കണേനെ കാട്ടി നല്ലല്ലടാ നിന്നെ വിളിക്കണത്. 25,000 എപ്പം തരും? അവിടെ അങ്ങോട്ട് മനുഷ്യൻ ടെൻഷൻ അടിച്ച് ഇവിടെ നിൽക്കുമ്പോ 25,000 എപ്പം തരും? നിനക്ക് എന്തിനാ ടെൻഷൻ അടിക്കണത്? നീ അണ്ണാ, ഞാൻ ഇരിക്കണ കാണാനില്ലെന്നാ. അത് നിനക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എനിക്ക് തമാശ വിടന്നത്തിരി. ഇവിടെ മനുഷ്യ ഒരു തമാശ ഉണ്ടാക്കാൻ തമാശ വിടണ്ട. നിന്റെ അടുത്ത് അവൾ എവിടെയാടാ വരാൻ പറഞ്ഞത്? അവള് മൂന്നാമത്തെ വിരലിന്റെ ഇടയിലാ? അതല്ല, അവള് മൂന്നാമത്തെ പൊക്കിളിന്റെ ഇടയിൽ. പൊക്കിളാ? അല്ല, പിക്കിള്. പിക്കിളാ? അല്ല, കപ്പിള്. കപ്പില്ല, വേണമെന്നുണ്ടെങ്കിൽ ഈ ചേട്ട വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ പൊന്നെണ്ണ അതല്ല, നമ്മൾ ഈ മദ്യം ഈ ഗ്ലാസ്സിൽ വീത്തിട്ട് ഒരു പേര് പറയുമല്ലോ. എടാ അത് പെഗ്. ഓ, അപ്പൊ മൂന്നാമത്തെ പെഗില് 4ാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോഴത്തേക്ക് ജഗന്നാഥൻ വരുവാടാ. നിങ്ങൾക്കറിയാം. എന്താ മോനെ, ഇതെങ്കിലും അറിയണ്ടേ ഞാൻ? എല്ലാം കയ്യിൽ പോയല്ല. അതല്ലണ്ണ, അവളെന്റെ അടുത്ത് പറഞ്ഞതേ 4ാമത്തെ പ്ലാറ്റ്ഫോമില് 5ാമത്തെ റബ്ബറിന്റെ ഗഡ ഇരിക്കാനാണ് പറഞ്ഞത്. നീ വിളിച്ച അവൾ വരും എന്തൊരു ഉറപ്പുണ്ട്? ഞാൻ വിളിച്ച എന്റെ അശ്വതി അച്ചു ഇറങ്ങി വരൂ. കൂട്ടുകാരാ, അശ്വതി അച്ചുവാണ്, അവളെ തേക്കി നീ സൂക്ഷിച്ചോളാ. പിന്നെ അതൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ട അശ്വതി അച്ചു, അതുപോലെ അല്ല എന്റെ അച്ചു. ഞാൻ വിളിച്ച അവള് ഓടി വരും. ഒന്ന് വിളിച്ചാണെങ്കി നോക്കട്ടെ. അച്ചു, നീ എവിടാ? എന്റെ അച്ചുവേ, നീ എവിടാ? അച്ചുകുട്ടിയേ, നീ എവിടാ? വരണതുമില്ല. അങ്ങനെ വലിച്ചാ വരൂല, താണ്ട ഇങ്ങനെ വലിക്കണമെങ്കിലേ വരുള്ളൂ. ഇങ്ങനെ ഒട്ടുവാലി എവിടെ പോയി കിടക്കണം. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വതി അച്ചു. സോ ഗായ്സ്, ഇതിന്റെ 4ാമത്തെ വിളിച്ചോട്ടവാ. 3 എനിക്ക് 1 മില്യൺ അടിക്കാൻ പറ്റിയില്ല ഗായ്സ്. ഇത് എങ്ങനെ പോയാലും നമുക്ക് 1 മില്യൺ അടിക്കണം കേട്ടോ. സോ ഗായ്സ്, ഈ നിൽക്കുന്നതാണ് എന്റെ ഭാവി വരൻ സൂര്യവർദ്ധൻ. ഞാൻ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇത് എവിടെ പോയി മേടിക്കാൻ പെണ്ണേ? എന്തോന്നു മനുഷ്യ, ചൂര വറുത്തത് അല്ല സൂര്യവർദ്ധൻ. കൊച്ചെന്ത് ഇവിടാ? കൊച്ചി ഇവിടെ അല്ലണ്ണ, കൊച്ചി സത്യം പറ, ഇത് ആരിത്? ഇതാരാ? പാലെടുക്കാൻ വന്ന ആരെങ്കിലും ആണോ? അല്ലേ അല്ല. ഏയ് മാളോരേ, ഇദ്ദേഹം നിങ്ങളുടെ ആരെങ്കിലും ആണോ? ഏയ് അഖിൽ കവളിമടൽ. ഏയ് അഖിൽ കവളിയൂർ, ഇദ്ദേഹം നിങ്ങളുടെ ആരെങ്കിലും ആണോ? അല്ലേ അല്ല. കാക്കാത്തി, നാടകം പൊളിഞ്ഞു. അതെയോ? അതെ അതെ, എല്ലാം ഞാൻ ഇദ്ദേഹത്തിനോട് തുറന്നു പറയുന്നു. സംശയമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 567 വായും കഴിക്കണേ. നിനക്ക് ഇവനെ എവിടെ നിന്ന് കിട്ടി? നീ എന്തോന്ന് കണ്ടിട്ട് ഇവനെ പ്രേമിച്ചത്? എന്തോന്ന് കണ്ടിട്ടെന്നാ? എന്റെ കണ്ണാപ്പി ഉണ്ടല്ലോ, ഡ്രൈവറാ. വെറും ഡ്രൈവർ അല്ല, നല്ല സൂപ്പർ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാ. കാണിച്ചു കൊടുക്ക് കണ്ണാപ്പി. Come on, baby. ഓ, എന്തൊരു ചേട്ടാ സൗണ്ട് കേട്ടത്? എന്റെ അല്ല, ബസ്സിന്റെ. പിടിച്ചിരുന്നോണേ. മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചുടി മണിക്കുട്ടി, നീ എന്റെ മനസ്സുനുള്ളി. പഞ്ചാര പായസം ഉണ്ണുന്ന മടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വയ്ക്കും. നീ എന്തിനടി ബാക്കി നിൽക്കണ? ഫ്രണ്ടിൽ വന്ന് ഗിയർ അടിച്ചിട്ട് പാ. നീ ആ വണ്ടി അങ്ങ് ഓഫ് ചെയ്തിട്ട് പതുക്കെ ഇങ്ങ് ഇറങ്ങ്. കുട്ടുമ്മക്കുട്ടു സിപ്പിട്ടില്ലടാ നീ. സത്യം പറ, എത്ര വർഷമായി പ്രണയം തുടങ്ങിയിട്ട്? 3 വർഷമോ? അല്ല, 3 ദിവസം. 3 ദിവസം. ഓ, ഇങ്ങോട്ട് വന്നേ. അതിന് ഇയാൾക്ക് പ്രണയത്തെ പറ്റി വല്ലതും അറിയോ? പോ ചോദിക്കാം അങ്ങോട്ട്. അതെന്നാ, നിങ്ങൾക്ക് പ്രണയത്തെ പറ്റി വല്ലതും അറിയാമോ? പ്രണയത്തെ കുറിച്ച് എനിക്ക് അറിയാമോന്ന്. ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഈ കത്തിയിലെടുത്ത എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു.
അവള് റബ്ബറിന്റെ പാല് പോലെയായിരുന്നു. റബ്ബറിന്റെ പാലാ? ഓ, ആര് ചാലി വെട്ടിയാലും അത് വഴി അങ്ങ് ഒഴുകും. ഇപ്പൊ എന്തിനാണ്? ഏതോ ഷീറ്റ് വരെ കിടന്ന് ഷീറ്റ് അടിക്കും. അയ്യോ, നിങ്ങളെ പ്രണയം പോലല്ല നമ്മളെ പ്രണയം. പിന്നെ കുട്ടുമക്കുട്ടു, സിപ്പിടിലാലോ? താഴെയുണ്ട് മണ്ണ്, മുകളിലുണ്ട് സണ്ണ്, കടയിലുണ്ട് മണ്ണ്, നീയാണ് എന്റെ പെണ്ണ്. ഇംഗ്ലീഷിലുണ്ട് ഏബി, എന്റെ ബാഗ് സ്കൂബി, നീയാണ് എന്റെ ബേബി. ബേബി. എന്നതാ? എന്റെ പൊന്നു വെച്ച ഇവൻ ഭയങ്കര കള്ളൂടിയാണെന്ന്. കള്ളുടിക്കോ? എന്റെ ചേട്ടൻ കള്ളുടിക്കും. കയ്യിലുണ്ട് ഗ്ലാസ്, ബാഗിലുണ്ട് ചിപ്സ്, നിനക്കൊരു കിസ്. അത് മാത്രമല്ല ഭയങ്കര സിഗരറ്റ് വലിയാടേ. സിഗരറ്റ് വലിക്കോ? വട്ടത്തിൽ പുകവിട അറിയാവോ? എന്റെ ചേട്ടന് വട്ടത്തിൽ പുകവിട അറിയാം. എന്റെ ചേട്ടനോടല്ലോ കണങ്കവലെ മമ്മൂട്ടിയാ. മമ്മൂട്ടി. തൂങ്കുതീ പരവശം. പക്ഷേ ഇവന് നീ മാത്രമല്ല വേറെ പ്രണയം ഉണ്ടെന്ന്. എന്റെ കണ്ണാപ്പിക്കോ? ചോദിച്ചോക്ക്. നോക്കണം. പുക്കി ബോയ്, come on here. Come. ബിസ്ക്കറ്റും കൂടെ അങ്ങ് ഇട്ടു അറിയാം. നോക്കണേ ഇവരുടെ 1 2 3 സ്റ്റാർട്ട്. പെണ്ണുങ്ങടെ പേര്, ചേട്ടന് ഇഷ്ടമുള്ള പെണ്ണുങ്ങടെ പേര്. ചിഞ്ചും മഞ്ജുരൻ, ചിഞ്ചും മഞ്ജുരൻ. അയ്യോ അശ്വതി, You cheat. അതല്ലെന്ന്. നിങ്ങളെന്നെ ചതിക്കുമായിരുന്നല്ലേ? ഓ പിന്നെ നിനക്ക് 3 4 തവണ ഒളിച്ചോടി പോവാം. ഞാൻ ഒരു 4 പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞതാണ് നിനക്ക് കുറ്റായി പോയത്. ഇത് ഞാൻ സഹിച്ചാലും എന്റെ ഫോളോവേഴ്സ് സഹിക്കില്ല. ഗൈസ്, ഇയാൾക്ക് വെറും 3 4 പെണ്ണുങ്ങളോട് സ്നേഹത്തിലായിരുന്നു. ഗൈസ്, ഞാൻ ഇനി എങ്ങനെ 1 മില്യൺ അടിക്കും? കുട്ടി വിഷമിക്കണ്ട, 1 മില്യൺ അടിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. എന്ത്? ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ? ജെൻസി കിഡ്സിനെ 43 വയസ്സായവരോടാ പ്രണയം. അതുകൊണ്ട് ഈ 43കാരനും ഈ 20കാരിയും ഒളിച്ചോടുന്നു. അപ്പൊ ഞാനാ ഈ പോടാ കണ്ണാപ്പി. പുതിയ ടീം ജിഷ്ണു, സച്ചിൻ ആൻഡ് അഞ്ജന, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ പെർഫോം ചെയ്തിട്ട് ഇഷ്ടമായോ? ഓ അടിപൊളി, സെറ്റ് അടിപൊളിയാണ്. അടിപൊളി. നമ്മളെയൊക്കെ ഇഷ്ടമായി. പിന്നെ അല്ലാതെ ഇതിനെ പറ്റി നമ്മളല്ല പറയണ്ടേ, നമ്മുടെ യൂട്യൂബേഴ്സ് പറയട്ടെ. അതായിരിക്കും അടിപൊളി. ആര് പറയും? കല്യാണി ഏറ്റെടുത്തോ? കുറെ നാളിന് ശേഷം ചിരിച്ച് മണ്ണ് തപ്പി ഹാപ്പി ആയില്ലേ? ഭയങ്കരമായിട്ട്. നിങ്ങളെ പോലത്തെ ഒരു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കഥ വന്നപ്പോൾ കുറച്ചുകൂടെ സന്തോഷമായില്ലേ? വളരെ സന്തോഷം. ശരി, ശ്വേത ചേച്ചി. പുതിയ ടീം 3 പേരും കട്ടയ്ക്ക്. ഇതില് നമ്മള് ഒരാളെ എടുത്ത് അല്ല, ഒരു വീക്ക് പോയിന്റ് ഇല്ല കേട്ടോ. നിങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും കേട്ടോ. ഭയങ്കര അസാധ്യം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അതിനു മുന്നേ ചേച്ചി ഇവരുടെ ഒരാളിനെ കുറിച്ച് സംസാരിക്കണം. ആരെ പറ്റിയാണ്? കാര്യം ഇതിൽ ഒരാള് ജോലി കിട്ടി ഗൾഫിൽ പോകാനിരുന്നതാണ്. അപ്പൊ ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ അമൃതയെന്ന് വിളി വരുന്നു, ഇങ്ങോട്ടേക്ക് പെർഫോം ചെയ്യാൻ വരണം. ആ ഗൾഫിലെ ജോലി കളഞ്ഞിട്ട് അവിടെ പോവാതെയാണ് ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുന്നത്. സീരിയസ്ലി അത്രയ്ക്ക് ഈ ഫ്ലോർ ആഗ്രഹിച്ച ആളാണ് ഇവൻ. അടിപൊളി. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു വേദിയിൽ വരണമെന്ന്. കാരണം ഞാൻ ഒരു തവണ ഗൾഫിൽ പോയി ഇങ്ങനെ എപ്പോഴും ഭയങ്കര ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളും പോലെ അതൊക്കെ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ റീലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ പരിപാടി ഇങ്ങനെ റീലായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ വേദിയിൽ വരണം, ഈ വേദിയിൽ പെർഫോമൻസ് ചെയ്യണമെന്നുള്ളത്. ദൈവം സഹായിച്ച് എനിക്കത് നടന്നു. എടുത്തു പറയേണ്ടത് നമ്മുടെ ഗ്രൂമർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ സ്കിറ്റ് പഠിപ്പിച്ച് ഞാൻ രതീഷ് ചേട്ടന്റെ സൗണ്ട് വരെ ഞാൻ ആ സൗണ്ടിൽ സ്കിറ്റ് കളിക്കാൻ തുടങ്ങി. ഒന്ന് പറയൂ. രതീഷ് ചേട്ടൻ പറയണല്ലോ, എടാ ജിഷ്ണു, എടാ ഇവിടത്തെ ഡയറക്ടർ ഉണ്ടല്ലോ, എടാ പുള്ളി ഭയങ്കര പാവമാണെടാ. അതേപോലെ തന്നെ ജഡ്ജസായിട്ടിരിക്കണവരുണ്ടല്ലോ, നിങ്ങൾക്ക് ഭയങ്കര ചാർജൊക്കെ തരും. നീ കളയടാ ചെറുക്ക, ചുമ്മാ ആടെ തെറ്റിക്കാൻ നിക്കല്ലേടാ. രതീഷേട്ടാണ്. അതായത് രതീഷേട്ടൻ ആരാന്ന് ചോദിച്ചാൽ ഒന്നും കൂടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം ചാക്ക് ചന്ദ്രൻ.
അതുപോലെ അഞ്ജന അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലേ? അഞ്ജന എവിടെയാണ് മാം? എന്നെ ഹോളി ക്രോസ് കോളേജ് ഇടുക്കി ജില്ലയിൽ തന്നെ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറഞ്ഞ പൂക്കി അഞ്ജന മതി. ഇരുപത്തി അഞ്ചനെ പ്രൊഫസർ. അതെ. ജിഷ്ണുന്റെ സ്ഥലം എവിടാ? ജിഷ്ണു ലിമാനൂര്. ലിമാനൂര്. ആ സാർ എന്റെ സ്ഥലം കടക്കൽ. കടക്കിലാ ആടാ സാർ നിന്റെ അഖിലണ്ണൻ. അഖിലണ്ണ എന്റെ സ്ഥലം കടക്കൽ. ഇടിക്കുക. ആ ഓക്കെ. ഇനി ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ഏവരും കാത്തിരിക്കുന്നതും നിങ്ങൾക്കും കാണാൻ ആഗ്രഹമുള്ള ബാറ്ററി അല്ലെ, എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളതാണ്. ടെൻഷൻ ഉണ്ടോ? ഇവിടെ വരാന്നുള്ള മാത്രമേ ഉള്ളൂ. എന്നാ ബാ ബാറ്ററി കാണാം. അയ്യോ പ്രൊഫസറേ, വരൂ. അല്ലല്ല, നിങ്ങൾ തന്ന ആ ഒരു തമാശക്കാണ് ഞങ്ങള് ചിരിച്ചത്. മനസ്സിലായില്ലേ? പ്രൊഫസർ കരയരുത്. എടാ, ചിരിക്കാനുള്ള നിമിഷങ്ങളാണ്. അതല്ല, ഈ ഗൾഫിൽ പോവാൻ ടിക്കറ്റ് എടുത്തായിരുന്നാ? ഞാൻ ഇനി പാണില്ല. ടിക്കറ്റ് വിസ എടുത്തില്ലായിരുന്നാ? അതിന്റെ പൈസ എന്തായാലും മുതലായിട്ടുണ്ട്. തെറ്റാണ്. Happy ആയോ guys? ഒത്തിരി സന്തോഷം. നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞോ. കല്യാണി ചേച്ചി, എന്റെ വൈഫ് കല്യാണി ചേച്ചിയുടെ ഭയങ്കര ഒരു ആരാധന. ചേച്ചി കണ്ടപ്പോ തന്നെ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ഗൾഫിൽ പോകാൻ നന്നായില്ലേ? പിന്നെ തീർച്ചയായിട്ടും വീട്ടിൽ പോകുമ്പോ പെണ്ണും പോലെ അറിയും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 3 വർഷം. 3 വർഷമായി. വൈഫിനോട് അന്വേഷണം പറയണേ. ഓ തീർച്ചയായിട്ടും. വൈഫിന്റെ പേരെന്നാ? വൈഫിന്റെ പേര് അശ്വിനി. അശ്വിനി. ഹായ് പറഞ്ഞു. ഹായ് അശ്വിനി. ശരി, അപ്പൊ അമ്മനെ കല്യാണം ഇട്ട് കൊടുത്തു. ഇത്രയും കാലമായിട്ട് നമ്മളെന്നും ആ വൈഫ് കണ്ടില്ല, കല്യാണിനെ മാത്രമാണല്ലോ കണ്ടത്. അപ്പൊ എങ്ങനെ കല്യാണി അമ്മനെ ഇട്ട് കൊടുക്കുന്നോ? കൊടുക്കാം. ടി വി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇൻഫ്ലുവൻസർ ഫ്ലോറിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നു. അല്ല, പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് ചാനൽ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ഈ ഉത്സവം ഞാൻ നടത്തുന്നു. അത് 1 2 3 അല്ല, 50,000 രൂപ. പ്രിയ സുഹൃത്തുക്കളെ, അതാ കല്യാണി നിങ്ങൾക്ക് 50,000 രൂപ നൽകുകയാണ്. കൺഗ്രാറ്റുലേഷൻ. ഇവിടെ സന്തോഷവും അവിടെ കരച്ചില്ല. പക്ഷെ കൊള്ളാം, നല്ല കാര്യം. ഓക്കെ, അടിപൊളി. അല്ല, ആ മനസ്സ് കാണിച്ചല്ലോ. അതെ, ആ മനസ്സിലായി. ഇനി നമുക്ക് തിരിച്ചു വരാം. അല്ല, ഇനി നമ്മൾ തിരിച്ചു വരാം, നമ്മൾ തന്നെ കൊടുക്കും. അതല്ലേ? അതെ. അല്ല, ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രശ്നം എന്താ അറിയോ, ഇനി ഇൻഫ്ലുവൻസേഴ്സിനെ ഗസ്റ്റ് ആയിട്ട് വിളിക്കും, വരൂല. അവിടെ പോയി 50,000 അടിച്ചാൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല ചേച്ചി, അതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കോ. കൊടുക്കാം. കല്യാണിക്ക് ഇപ്പൊ തന്നെ കൊടുത്തേക്കാവോ? ഇനി ശ്വാസം വിടൂ കല്യാണി. ഓക്കെ.